ആത്മനമസ്തേ. ക്ഷമാസാധന എന്നത് നമ്മുടെ മനസ്സിനെ വെറുപ്പിൽ നിന്നും, കോപത്തിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു ആത്മീയ അഭ്യാസനമാണ്. ഇത് ഒരു ധ്യാനമായും പ്രാർത്ഥനയായും മനസ്സുകൊണ്ട് ക്ഷമ കൊടുക്കുന്ന ഒരു ആത്മീയ അഭ്യാസനമായും നമുക്ക് അനുഭവപ്പെടുന്നു. ഇതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ശാന്തി നിലനിർത്താനും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം കുറയ്ക്കാനും ശാരീരികമായ ആരോഗ്യം നിലനിർത്താനും നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങൾ സമാധാനത്തിൽ നിലനിർത്താനും നമ്മുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സ്വാതന്ത്ര്യം വീണ്ടെടുക്കുവാനും നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ക്ഷമാസാധന അല്ലെങ്കിൽ ഫൊർഗീവ്നെസ് സാധന. ഇതിലൂടെ നാം നമ്മെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുന്നു. അതോടൊപ്പം തന്നെ നാം ദ്രോഹിച്ചവരോടും നാം ക്ഷമിക്കുന്നു. അതുപോലെ തന്നെ നമ്മോട് തന്നെയും നാം ക്ഷമിക്കേണ്ടതുണ്ട്. ഇങ്ങനെ 3 തലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ക്ഷമാസാധന. ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് വളരെ ശാന്തമായിട്ട് ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഒട്ടും ഫോഴ്സില്ലാതെ കണ്ണുകൾ അടയ്ക്കുക. തുടർന്ന് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കുറച്ച് സമയം ശ്വാസത്തെ പിടിച്ചു വച്ചതിന് ശേഷം ശ്വാസത്തെ പുറത്തേക്ക് വിടുക. 2-3 പ്രാവശ്യം നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ഒന്നായി ലയിപ്പിക്കുന്ന ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക. തുടർന്ന് നിങ്ങളുടെ 2 കരങ്ങളും നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതിന് ശേഷം നിങ്ങളെ ദ്രോഹിച്ചവരെ നിങ്ങളുടെ മുമ്പിൽ കണ്ടേ. ഒരുപക്ഷെ നിങ്ങൾ പലരെയും ഓർക്കുന്നുണ്ടാകില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സ് കാണിച്ചു തരുന്ന നിങ്ങളെ ദ്രോഹിച്ച വ്യക്തികളെ നിങ്ങൾ മുമ്പിൽ കാണുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നയിച്ചോളും. നിങ്ങളുടെ മനസ്സ് ആരൊക്കെയാണോ കാണിച്ചു തരുന്നത് അവരെല്ലാവരെയും നിങ്ങളുടെ മുമ്പിൽ ഈ നിമിഷം കാണുക. അവരെ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു ചെറു പുഞ്ചിരിയോടെ മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും കിട്ടുന്ന ആ ഒരു സമാധാനം ശാന്തിയും അനുഭവിച്ചുകൊണ്ട് ആ ഒരു ചെറു പുഞ്ചിരിയോടെ അവരോട് പറഞ്ഞേ, ആത്മനമസ്തേ. നിന്നിലെ ദൈവികതയെ, നിന്നിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നുവെന്ന്. ഒരു പക്ഷേ ജീവിതയാത്രയിൽ നിൻ്റെ വാക്ക്, പെരുമാറ്റം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, സ്വഭാവം ഇവ എന്നിലേക്ക് തന്ന മുറിവുകൾക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് നിനക്ക് മാപ്പ് തരുന്നു എന്ന് പറഞ്ഞേ. ആത്മാർത്ഥമായിട്ട് അവർക്ക് മാപ്പ് കൊടുക്കുക. നിങ്ങളിലേക്ക് വന്ന തെറ്റുകൾക്ക്, അവരിലൂടെ നിങ്ങളിലേക്ക് വന്ന തെറ്റുകൾക്ക്, നിങ്ങളിലേക്ക് വന്ന കുറ്റപ്പെടുത്തലുകൾക്ക്, കളിയാക്കലുകൾക്ക്, വേദനകൾക്ക് എല്ലാത്തിനും മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുത്തതിന് ശേഷം അവരോട് പറയുക, ഞാൻ ആത്മാർത്ഥമായിട്ട് നിന്നോട് ക്ഷമിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ അംഗീകരിക്കുന്നു എന്ന്. തുടർന്ന് നല്ല ദൈവം നിനക്ക് നന്മ മാത്രം വരുത്തട്ടെ എന്ന് അവരോട് പറഞ്ഞേ. ആത്മാർത്ഥമായിട്ട് പറഞ്ഞ്, സ്നേഹത്തോടെ പറഞ്ഞേ, ആത്മാർത്ഥമായിട്ട് പറയുക, നല്ല ദൈവം നിനക്ക് നന്മ മാത്രം വരുത്തട്ടെ എന്ന്. സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞേ. തുടർന്ന് കരങ്ങൾ രണ്ടും നിങ്ങളുടെ ചെസ്റ്റിന് മുകളിൽ അവരെ അനുഗ്രഹിക്കുവാനായിട്ട് തുറന്ന് പിടിച്ചേ. ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കണം, മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കണം. ചെയ്തുപോയ അവരിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന തെറ്റുകൾക്കെല്ലാം മാപ്പ് കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് അവരെ ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിച്ചേ. ഇപ്പോൾ കേൾക്കുന്ന ചരണത്തോട് ചേർന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അവരെ അനുഗ്രഹിക്കുക. Shanti.
അനുഗ്രഹിച്ചതിന് ശേഷം ഈ സമയം നിങ്ങളുടെ വലത്ത് കൈ ഉപയോഗിച്ച് ഇടത്ത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വലത്തെ അരക്കെട്ടിലേക്ക് 3 പ്രാവശ്യം കോഡ് കട്ട് ചെയ്യുക. കട്ട് കട്ട് കട്ട്. തുടർന്ന് നിങ്ങളുടെ കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ദ്രോഹിച്ച വ്യക്തികളെ നിങ്ങൾ മുമ്പിൽ കാണുക. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകില്ല, പക്ഷേ അവരോർക്കും. അവരുടെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങളുടെ തെറ്റുകൾ അവരുടെ കണക്ക് പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള ജീവിതയാത്രയിലെ നെഗറ്റീവ് കണക്ഷന് അത് സാരമായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകാം. ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് അവർക്ക് മാപ്പ് കൊടുക്കണം. അവരിൽ നിന്നും മാപ്പ് നിങ്ങൾ സ്വീകരിക്കണം. അവരോട് ക്ഷമ ചോദിക്കണം. കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അനുഭവപ്പെടുന്ന ആ ഒരു സമാധാനം മുഖത്ത് പ്രതിഫലിപ്പിച്ച് ഒരു ചെറുപുഞ്ചിരിയോടെ അവരോട് പറഞ്ഞേ, ആത്മനമസ്തേ. നിന്നിലെ ദൈവികതയെ, നിന്നിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞാൻ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന്. ജീവിതയാത്രയിൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട്, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നിന്നിലേക്ക് വന്ന തെറ്റുകൾക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞേ, എനിക്ക് ക്ഷമ തരണേ എന്ന് പറഞ്ഞേ. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ ഞാൻ ആവർത്തിക്കാതെ നോക്കുമെന്ന് പറഞ്ഞ് അവരോട് ആത്മാർത്ഥമായിട്ട് ക്ഷമ യാചിക്കുക. ക്ഷമ അവരിൽ നിന്നും ചോദിച്ചു വാങ്ങിക്കുക. അവരുടെ ക്ഷമ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് മനസ്സിൽ, ശരീരത്തിൽ, ഹൃദയത്തിൽ അനുഭവിക്കുക. അനുഭവിച്ചതിന് ശേഷം അവരോട് പറയുക, ജീവിതയാത്രയിൽ നിൻ്റെ ദൈവം നിനക്ക് നന്മ മാത്രം വരുത്തട്ടെ എന്ന്. സമാധാനത്തോടെ പോവുക എന്ന് അവരോട് പറഞ്ഞേ. കരങ്ങൾ രണ്ടും അവരെ അനുഗ്രഹിക്കുവാനായിട്ട് തുറന്നു പിടിച്ചേ. അവരുടെ ശിരസിന് മുകളിൽ പിടിച്ച് നിങ്ങളിലേക്ക് വന്ന ക്ഷമയ്ക്ക്, നിങ്ങളിലേക്ക് അവർ നൽകിയ ക്ഷമയ്ക്ക്, തെറ്റുകൾ പുറത്തേന് അവരോട് ആത്മാർത്ഥമായിട്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ വിശ്വാസം അനുസരിച്ച് അവരെ മുമ്പിൽ കണ്ടുകൊണ്ട് അവരെ ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കുക. കേൾക്കുന്ന ചരണത്തോട് ചേർന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഓം ശാന്തി, 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 ഓം ശാന്തി. അനുഗ്രഹിച്ചതിന് ശേഷം ഈ നിമിഷം നിങ്ങളുടെ വലത്ത് കൈ ഉപയോഗിച്ച് 3 പ്രാവശ്യം കോഡ് കട്ട് ചെയ്യുക. കട്ട് കട്ട് കട്ട്. തുടർന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ കാണുക. നമ്മോട് തന്നെ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ, നമ്മെ തന്നെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ, സ്നേഹിച്ചില്ലെങ്കിൽ, ഈ പ്രകൃതിയോടും നമ്മളുമായി ഇടപഴകുന്ന ചുറ്റുപാടിനോടും, നമ്മെ സ്നേഹിക്കുന്നവരോടും, നമ്മളെ ആദരിക്കുന്നവരോടും നമുക്ക് സ്നേഹിക്കുവാനോ അവരെ ബഹുമാനിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. ഈ നിമിഷം നമ്മളോട് തന്നെ നാം ക്ഷമിക്കണം. നമ്മളെ തന്നെ നമ്മൾ അംഗീകരിക്കണം, സ്നേഹിക്കണം. കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ എൻ്റെ കുറവുകൾ, എൻ്റെ കഴിവുകേടുകൾ, എൻ്റെ ബലഹീനതകൾ, എന്നിലെ ഇഷ്ടപ്പെടാത്ത എൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളെ എല്ലാത്തിനെയും മുമ്പിൽ കാണുക. എന്നെ തന്നെ മുമ്പിൽ കാണുക. എന്നോട് തന്നെ ഞാൻ പറയുക, ആത്മനമസ്തേ. എന്നിലെ ദൈവികതയെ ഞാൻ സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ എൻ്റെ പെരുമാറ്റങ്ങളോ, എൻ്റെ ജീവിത രീതിയോ, എൻ്റെ ബലഹീനതകളോ, എൻ്റെ ബാക്കിയുള്ള ഏതെങ്കിലും വൈകല്യങ്ങളോ എനിക്ക് ചേർന്നതായിട്ട് ഞാൻ തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ചേർന്നതായിട്ട് എനിക്ക് ഞാൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അതിനെല്ലാം മാപ്പ് കൊടുത്തേ. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മാപ്പ് കൊടുക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ മുമ്പിൽ കാണുക. കണ്ടതിന് ശേഷം ആത്മാർത്ഥമായിട്ട് മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുത്തതിന് ശേഷം ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നിങ്ങളെ തന്നെ നിങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് അനുഗ്രഹിച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കണം. ഇനിയും ഞാൻ മറ്റുള്ളവരിലേക്ക്, എൻ്റെ കുടുംബാംഗങ്ങളിലേക്ക്
ഞാൻ വസിക്കുന്ന ചുറ്റുപാടിലേക്ക്, എൻ്റെ പ്രകൃതിക്ക് ഞാൻ ഒരു അനുഗ്രഹമായി മാറണം, ഒരു കൃപയായി മാറണം എന്നുള്ള രീതിയിൽ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ട്. ഓം ശാന്തി. 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 കുറച്ച് സമയം ശാന്തിയിൽ, സമാധാനത്തിൽ, ഇപ്പോൾ അനുഭവിക്കുന്ന ഹൃദയ സമാധാനത്തിൽ, ശാന്തിയിൽ ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ആത്മനമസ്തേ.